പുറത്തെ ഫോട്ടോഷൂട്ടിന് ശേഷം അകത്തേക്ക് പോകാമെന്ന് കരുതി എൻട്രൻസിനടുത്തെത്തിയപ്പോഴാണ് തൂണുകളിലെ ചില കൊത്തുപണികൾ ശ്രദ്ധയിൽപ്പെട്ടത്. അതിനു പിന്നിലെ ചരിത്രം അറിയാനുള്ള ആഗ്രഹം കൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് കാര്യങ്ങൾ തിരക്കി. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലും മറ്റും പ്ലേഗ് പടർന്നു പിടിച്ചിരുന്നു. അക്കാലത്ത് ജീവിച്ചിരുന്ന കർദിനാളും ആർച്ച് ബിഷപ്പുമായിരുന്ന സെൻറ്റ് ചാൾസ് ബൊറോമിയുടെ നിസ്വാർത്ഥമായ സേവനം ഒരു പരിധിവരെ ഈ രോഗം മൂലം ജനങ്ങൾക്കുണ്ടായ ദുരിതങ്ങൾക്ക് അറുതി വരുത്തി എന്നാണ് ചരിത്രം. ഈ തൂണുകളിലെ കൊത്തുപണികളും ഇതേ കഥയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇവയിൽ കാണുന്നത് സെൻറ്റ് ചാൾസ് ബൊറോമിയുടെ ജീവിതവും അദ്ദേഹം നടത്തിയ പൊതുപ്രവർത്തനങ്ങളുമാണ്. 1713, അതായത് 311 വർഷങ്ങൾക്ക് മുൻപ് റോമൻ ചക്രവർത്തിയായിരുന്ന ചാൾസ് ആറാമൻ സെൻറ്റ് ചാൾസ് ബൊറോമിയെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനു മുന്നോടിയായി രാജ്യത്തെ പ്രശസ്തരായ ആർക്കിടെക്റ്റുകളെ ഉൾപ്പെടുത്തി ഒരു മത്സരം സംഘടിപ്പിച്ചു. മത്സര വിജയിയെ പള്ളിയുടെ നിർമ്മാണം ഏൽപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. കടുത്ത മത്സരമായിരുന്നു. പേരുകേട്ട പലരും മത്സരത്തിൽ പങ്കെടുത്തെങ്കിലും പ്രശസ്ത ഓസ്ട്രിയൻ ആർക്കിടെക്റ്റായ എർലാക്ക് ആയിരുന്നു മത്സര വിജയി. എർലാക്ക് തയ്യാറാക്കിയ ബറോക്ക് ആർക്കിടെക്ചറിലുള്ള രൂപരേഖയും അതിൽ ഉൾപ്പെടുത്തിയ പ്രതീകങ്ങളും ചാൾസ് ചക്രവർത്തിയുടെ ദർശനങ്ങളുമായി പൊരുത്തപ്പെട്ടതുകൊണ്ട് അദ്ദേഹം എർലാക്കിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. 1716 അദ്ദേഹം ഈ പ്രോജക്റ്റിൽ പ്രവർത്തനം ആരംഭിക്കുകയും 1737, അതായത് 21 വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ പണി പൂർത്തിയാക്കുകയും ചെയ്തു. തൂണുകളിലൊക്കെ ഒരു അല്പനേരം കണ്ണു നട്ടിരുന്നതിന് ശേഷം അകത്തേക്ക് കയറാം എന്ന് കരുതി. എൻട്രി ഫീ ഒരാൾക്ക് 9.5 യൂറോ ആണ്. അവിടെ തന്നെ ഒരു കൊച്ചു ഡാൻസ് കളിക്കുന്നത് കണ്ടു. ഒരു വാലിഡേഷന് വേണ്ടി അതെന്നെ നോക്കിയതുകൊണ്ട് കൈ ഉയർത്തി ഉഗ്രൻ എന്ന് കാണിച്ചിട്ട് ഞാൻ പ്രധാന കവാടത്തിന് നേരെ നടന്നു. അവിടെ എന്നെ ആനയിച്ചകത്തേക്ക് കയറ്റാനും ആളുണ്ടായിരുന്നു. ആദ്യ നോട്ടത്തിൽ തന്നെ ഞെട്ടിപ്പോയി. കാരണം പള്ളിയുടെ ഇൻറ്റീരിയർ ആർക്കിടെക്ചർ അവിശ്വസനീയമായിരുന്നു. ശില്പകലയും ആത്മീയതയും സമന്വയിപ്പിച്ച് ബറോക്ക് ആർക്കിടെക്ചറിൽ നിർമ്മിച്ച അകത്തളം ഒരു രാജകീയ പ്രൗഢിയിൽ അങ്ങനെ തല ഉയർത്തി നിൽക്കും. മാർബിൾ തൂണുകളും കടുത്ത നിറങ്ങളും ലൈറ്റിങ്ങും സ്വർണ്ണ നിറത്തിലുള്ള ചുവരെഴുത്തുകളും എക്സ്പാൻസീവായ സ്പേസും ചിത്രങ്ങളിൽ കൂടെ കാട്ടിത്തരുന്ന ആ കാലഘട്ടത്തിൻ്റെ റിച്ച് ഡീറ്റെയിൽസും നമ്മളിൽ ഉണ്ടാക്കുന്നത് ഒരു അതിനാടകീയമായ അനുഭവമാണ്. പള്ളിയുടെ അൾത്താരയിൽ കാണുന്നത് ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. സെൻറ്റ് ചാൾസ് ബൊറോമിയെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്ന രംഗം. അൾത്താര സൂക്ഷ്മമായ കൊത്തുപണികളാൽ മനോഹരമാണ്. ബറോക്ക് കലയുടെ മഹത്വവും ഗ്രാൻഡിയറും വാക്കുകളിൽ കൂടെ സംവേദനം ചെയ്യുക എന്നത് നന്നേ പ്രയാസമാണ്.
പള്ളിയുടെ പ്രൗഢി ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ പടി കയറി പനോരമിക് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി. ഇവിടെ നിന്ന് പള്ളിയുടെ ആർക്കിടെക്ചറിൻ്റെ അത്യപൂർവമായ കാഴ്ചകളോടൊപ്പം വിയന്ന നഗരത്തിൻ്റെ ഐക്കോണിക് ലാൻഡ്മാർക്കുകളെയും ഏതാണ്ട് പൂർണ്ണമായി കാണാൻ കഴിയും. മടങ്ങുന്നതിന് മുൻപ് 2 മെഴുകുതിരി കത്തിക്കാനും മറന്നില്ല. സ്നേഹം മാത്രം പ്രചരിപ്പിച്ച യേശുദേവന്റെ സന്നിധിയിൽ മതരാഷ്ട്ര ജാതി വ്യത്യാസങ്ങൾക്ക് തീരെ പ്രസക്തിയില്ല. സെന്റ് ചാൾസ് പള്ളി ഒരു ആരാധനാലയത്തിനപ്പുറം കലയും ചരിത്രവും ഗൃഹാതുരത്വവും സമന്വയിക്കുന്ന ഒരു പ്രൗഢ സ്മാരകമാണ്. ഇതിൻ്റെ ചരിത്രം കൂടുതൽ അറിയണമെന്നുണ്ടായിരുന്നെങ്കിലും സമയപരിമിതി മൂലം അത് നടന്നില്ല. ഇനിയും ഒരു വിയന്ന യാത്രയുണ്ടായാൽ സെന്റ് ചാൾസ് പള്ളിയുടെ കൂടുതൽ കാഴ്ചകളും കഥകളും ചരിത്രവും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. നന്ദി.